എല്ലാ പ്രേക്ഷകർക്കും ഒരു നിമിഷത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയാം, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു പരിപാടിയായി ഒരു നിമിഷം മാറിക്കഴിഞ്ഞു. മലയാളത്തോട് അദമ്യമായ ആവേശമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചും ഇതിനോടൊരു താല്പര്യം വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, വീട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം മലയാളം വെച്ച് കളിക്കാൻ ഒരു പുതിയ പദ്ധതി നാളെ പാഠ്യപദ്ധതിയുടെ ഭാഗമായാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അങ്ങനെ ഒരു നിമിഷം ജൈത്രയാത്ര തുടരുന്നു. ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ആദ്യം പരവൂരിലെ സിദ്ധാർത്ഥ് എം ജോയ്. സിദ്ധാർത്ഥെ, പരവൂരിലൊക്കെ എന്താ ഉള്ള വിശേഷം? പരവൂരിലൊക്കെ എല്ലാവരും സന്തോഷമാണ് സാർ. മുഖ്യവാഗ്മി പിന്നെ ഇപ്പം പരവൂരിലെ നാട്ടിലെ അനിയന്മാരെയൊക്കെ വീട്ടിൽ ചെന്ന ആദ്യം ഹായ് എന്നാണ് അഭിസംബോധന. എന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ. ഞാൻ ഈയിടെ ഒരു കല്യാണ സ്ഥലത്ത് എത്തുമ്പോൾ ഒരാൾ വന്ന് എന്നോട് നിൽക്കുന്നത്, എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ നീ ഹായ് എന്നൊന്ന് പറയാമോന്ന് ചോദിച്ചു. ഞാൻ അത് എപ്പോഴും പറയാൻ പറ്റത്തില്ല, ചില സമയമുണ്ട്, ആ സമയത്തെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ സിദ്ധാർത്ഥ്, പരവൂരിലൊക്കെ മഴയുണ്ടല്ലോ. ഇത് ഈ മുഖ്യവാക്യമായതിനു ശേഷം മഴ കൂടിയോ കുറഞ്ഞോ? മഴ കൂടിയിട്ടുണ്ട് സാർ. അപ്പൊ സൂക്ഷിക്കണം, വെള്ളപ്പൊക്കം വരും. അപ്പൊ ഇനി ആലപ്പുഴയിലെ റിയാട്ടി രാജു. ഞാന് ഒരു വാർത്ത കേട്ടു, റിയ, ആലപ്പുഴയിലൊക്കെ റിയക്ക് ആരാധകർ കൂടിയെന്ന്. ഐഷ മാഡത്തിനെ പോലെയുള്ള പ്രമുഖരുടെ മുമ്പിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ. അപ്പൊ അതിനുശേഷം കുറച്ച് ഐഷ ഒന്ന് പേടിച്ചു. റിയെ കണ്ടോടനെ എന്നൊന്ന് പരുങ്ങുന്നത് ഞാൻ കണ്ടു കേട്ടോ. അപ്പൊ ശരിക്കും റിയക്ക് പേടിപ്പിക്കാൻ പറ്റി. ആലപ്പുഴ വല്ലവരെയും പേടിപ്പിക്കാൻ പറ്റിയോ? ഇല്ല. ഇപ്പൊ പുതിയ തട്ടകത്തിലാണ്, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജില് എംഫാമിന് അഡ്മിഷൻ കിട്ടി. ഞാൻ വിചാരിച്ചു അവിടെ കണ്ട് പ്രവേശിപ്പിച്ചു പറയാൻ വരികയാണെന്ന്. എനിക്ക് പേടിയായിപ്പോയി. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നാട്ടുകാർ കൈകാര്യം ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രവേശിപ്പിച്ചോ? അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അവിടെ അഡ്മിഷൻ. അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അപ്പൊ തീർച്ചയായിട്ടും കോട്ടയത്തെ അഡോണി ടി ജോൺ. അഡോണിയുടെ വിശേഷങ്ങൾ എന്താ? ഒരുപാട് മഹാരഥന്മാർ പഠിച്ച ക്യാമ്പസിലാണ് ഇപ്പൊ പഠിക്കുന്ന മഹാരാജാസ് കോളേജിൽ. അപ്പോൾ ഒരു നല്ല ഒരു അനുഭവം മഹാരാജാസ് കോളേജിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ. നേരത്തെയൊക്കെ ഇപ്പൊ ഞാൻ അഡ്മിഷൻ എടുത്ത് MA 2ാം വർഷമാണ്. അപ്പോൾ ചെന്നപ്പോഴൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ആയിട്ട് 1-2 പേരൊക്കെ വന്ന് സംസാരിക്കുന്നു. അപ്പൊ അതൊരു വലിയൊരു അനുഗ്രഹം. പിന്നെ സാറിന് ഒരു ഭീഷണി വന്നിട്ടുണ്ട്. ആരാണത്? എന്റെ വീട്ടില് എന്റെ അനിയൻ. ഇപ്പൊ അവൻ ഉറക്കപ്പിച്ചിനൊക്കെ ഇടയ്ക്ക് കൈയും കാലും ഒക്കെ എടുത്ത് ഇങ്ങനെ വീശുന്നുണ്ട്. അത് മിക്കവാറും എനിക്ക് ചവിട്ടുകൊള്ളാൻ സാധ്യത അതായിരിക്കും. അപ്പം അവൻ പച്ചക്കാട് വീശാനായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എറണാകുളം മഹാരാജാസ് കോളേജുകാർക്ക് വേണ്ടി ഒരു ഹായ് അഡോണി പറഞ്ഞോളൂ. ഹായ്. നന്നായി. പക്ഷേ ഈ ഹായ് ഇതിന് നന്നായിട്ട് പറയുന്ന ഒരാളുണ്ട്, ഞാൻ. ഓക്കെ, ഇനി കൊല്ലത്തെ അരുൺ സി. അരുൺ ആദ്യമായിട്ട് വരികയാണ്. അരുൺ, വളരെ സന്തോഷം. കൊല്ലത്ത് എവിടെ അരുണിന്റെ വീട്? കൊല്ലം കരവാളൂർ. സാറേ, ഇവർക്ക് എല്ലാവർക്കും മറ്റേ അവസരം കൊടുത്തതാ. ഏതാ? സ്വയം പരിചയപ്പെടുത്താനുള്ള. അതെനിക്കൂടെ വേണോ? ഒന്ന്. ഓക്കെ, ആയിക്കോട്ടെ. നമസ്കാരം, ഞാൻ അരുൺ, കൊല്ലം കരവാളൂരിൽ നിന്ന് വരുന്നു. വീട്ടിൽ അച്ഛൻ, അമ്മ, സഹോദരി. അച്ഛൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. സഹോദരി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി. അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്നെ മേയ്ക്കുക എന്നുള്ളത് ഒരു 1.5 പണിയാണ്. അച്ഛൻ വന്ന അച്ഛനെയും മേയ്ക്കണം. 5 ചൊല്ലുകളുടെ നാടായ അഞ്ചലിനും തൂക്കുപാലത്തിന്റെ സ്വന്തം നാടായ പുനലൂരിനും മധ്യയുള്ള ഗ്രാമപ്രദേശം കരവാളൂർ പുളിമുക്ക്. ആ ഗ്രാമത്തിലെ ഒരു കൊച്ചു കുടുംബത്തിൽ താമസം. പൊടിക്കൈയായി മിമിക്രി അഭ്യസിച്ചു വരുന്നു. പിന്നെ BTech 2ാം വർഷ വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. ഇത് ഒരു നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പൊ സാമ്പിൾ ഒരു മിമിക്രി നമുക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരല്പം കൂടെ കഴിഞ്ഞു മതി. അരുൺ, എന്തായാലും അരുൺ എല്ലാ ആയുരാരോഗ്യവും ഞാൻ നേരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ തൃശ്ശൂരിലെ അലക്സാണ്ടർ ജോയ്. ഈ പ്രോഗ്രാമിൽ വന്ന പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുളിങ്കുരു എന്നുള്ള വാക്കിന് എന്നെ സംബന്ധിച്ച് എന്നെ പറയും, നാട്ടിലൊക്കെ അറിയപ്പെടുന്നത് പുളിങ്കുരു കൊണ്ട് പപ്പടം ഉണ്ടാക്കിയ ആളെന്നാണ്. ഒരു ദിവസം ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി ഈ ചേട്ടനുണ്ടായി, ഈ ചേട്ടനാട്ടാ പുളിങ്കുരുവിന്റെ പപ്പടം ഉണ്ടാക്കിയത്. അതല്ല, കോളേജിൽ ഇപ്പൊ ആരും അറിയാത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ആ പുളിങ്കുരു പുളിങ്കുരു എന്ന് വിളിക്കണേ. എന്റെ പേര് തന്നെ മറന്നുപോയോ? ഈ എപ്പിസോഡിലൂടെ കൂടുതൽ വ്യാപകമാവും പുളിങ്കുരു എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അപ്പൊ പുല്ലൂരിലെ ബാസിത് ആൽവി, തൂക്കുപാലം പെയിൻ. ബാസിത് ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രതിഭയാണെന്ന് ഞാൻ ഇന്ന് അറിയുന്നത്. ഏറ്റവും നന്നായിട്ട് വിസിലടിച്ചു. ഒന്ന് വിസിലടിച്ചു ബാസിത്, നല്ല മ്യൂസിക്കലായിട്ട്. ഈ രംഗത്തൊരു ഭാവി ഉണ്ട് ബാസിത്. ഓക്കെ ബാസിത്, വേറെ എന്താ വിശേഷമുള്ളത്? സാറേ, വളരെ സന്തോഷമുണ്ട്. അതായത് എന്നെ പോലെയുള്ള മഹാന്മാർ പഠിക്കുന്ന മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പരിപാടിയിൽ വരാൻ വേണ്ടി ഞാനറിയാതെ എൻ്റെ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇവിടെ വിളിക്കുകയൊക്കെ ചെയ്തത് KA മുഹമ്മദ് ഷമീർക്കായും അതുപോലെ തന്നെ തിരൂര് സർവകലാശാല പഠിക്കുന്ന ഷാഫിക്കായും. മലയാള സർവകലാശാലയല്ലേ ബാസിത് പഠിക്കുന്നത്? അല്ല, പിന്നെ എവിടെയാണ്? ഞാൻ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ബാസിത്
വളരെ സന്തോഷം. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പൊ നമുക്ക് തുടങ്ങിക്കൂടെ? റെഡിയല്ലേ? ആവർത്തന വിരസത ഉണ്ടെങ്കിൽ പോലും ഈ പരിപാടിയുടെ നിയമങ്ങൾ പറഞ്ഞേ പറ്റൂ. വാക്കുകളും ആശയങ്ങളും ആവർത്തിക്കരുത്. വ്യാകരണ പിഴവ് പാടില്ല. നമ്മുടെ ഭാഷയിൽ നിന്നോ മറ്റുള്ള ഭാഷകളിൽ നിന്നോ ഉദ്ധരിക്കാൻ പാടില്ല. ഒരു കാരണവശാലും വാക്കുകൾ തമ്മിൽ ഇടവേള ഇടാൻ പാടില്ല. എന്ന് വെച്ചാൽ അകലമില്ലാതെ സംസാരിക്കണം എന്ന് സാരം. അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. പൊതുവൃത്തം. സംസാരിച്ചു തുടങ്ങേണ്ടത് തൂക്കുപാലം പെയ്യും ബാസിത് ആൽവി. കോഴി കട്ടവന്റെ തലയിൽ പൂട കാണും. ഈ വിഷയത്തെ സംബന്ധിച്ച് തുടങ്ങുമ്പോൾ ആ ശൂന്യതയിൽ നിന്ന് ഞാൻ ആരംഭിക്കുകയാണ്. സുന്ദരനായ അവതാരകൻ ഇവിടെ ഉണ്ടായിരിക്കെ പോലും എന്റെ സുന്ദരിയായ ഞാൻ ഇഷ്ടം പറഞ്ഞിട്ടുള്ള ആ നായികയെ ഇവിടെ കാണുന്നില്ല. എന്ത് പറ്റി? ഞാൻ ആവർത്തിച്ചോ? അല്ല ഞാനല്ല, ഞാൻ എന്നാ പറഞ്ഞത്. ഞാൻ എന്നാ പറഞ്ഞു? ഞാൻ ഒരു വാക്കില്ല, ഞാൻ തന്നെ പറയണം. അരുൺ, താങ്കൾക്ക് തുടരാം. തൂക്കുപാലത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്ന ബാസിത് ആൽവിയെ കോഴിയുമായി ഉപമിപ്പിച്ചതിന് ആദ്യം തന്നെ ഒരു നന്ദി ശ്രീകണ്ഠൻ നായർ സാറിന് അറിയിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് വന്ന പ്രിയ സുഹൃത്തെ, ഒരു പുതിയ നവാഗതനാണ് എന്നുള്ള ഒരു പരിഗണനയെങ്കിലും തന്നുകൂടെ എന്ന് അഭ്യർത്ഥിക്കുന്നു. കോഴി കക്കാൻ ഒരു ദിവസം ബാസിത് ആൽവി എന്നെ എന്താ ബാസിത്? 2 തവണ ബാസിത് ആൽവി എന്ന് പറഞ്ഞിട്ട് എന്നെ പുകഴ്ത്താനുള്ള താങ്കളുടെ ലക്ഷ്യമാണ് എങ്കിൽ സമ്മതിക്കത്തില്ല മോനെ. അങ്ങനെ ഞാൻ തുടങ്ങിക്കൊള്ളട്ടെ. കോഴി കട്ടുകൊണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് പോകുന്ന വഴിയാണ്. വീണ്ടും ഞാൻ ആവർത്തിച്ചു, ഞാൻ സമ്മതിക്കത്തില്ല. കോഴി കട്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകും. അരുൺ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ വിചാരിച്ചിരിക്കാം തൂക്കുപാലം തമ്മിലുള്ള ഒരു അടിയായിരിക്കാമെന്ന്. പക്ഷേ ഒന്നുമല്ല, ഞങ്ങൾ തമ്മിലുള്ള താങ്കൾക്ക് തുടരാം. കുതിച്ചു ചാടുന്ന സമുദ്രങ്ങളെ കതകുകൾ കൊണ്ട് അടച്ചിടാൻ ശ്രമിക്കുന്ന പാറ പോലെ ഉറച്ച ആത്മവിശ്വാസത്തിന്റെ തീയിൽ വെന്ത മനസ്സുള്ള കൂട്ടുകാര, തലയിൽ എന്താണെന്ന് നോക്കിക്കൊള്ളൂ. ഈ വേദിയിൽ പുള്ളിയുള്ള ഉടുപ്പുമിട്ട് നിൽക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാതെ ഉടുപ്പിട്ട് നിൽക്കുമ്പോൾ അതിനു മുമ്പേ ഒന്ന് നിന്നായിരുന്നു. അടിച്ചു കയറിയാണല്ലോ, നമ്മൾ ഉദ്ദേശിച്ചല്ല. അരുൺ ഗംഭീരമായി. അരുൺ ഒരു സ്പെഷ്യൽ ഗൈഡ് താങ്കൾ തന്നെ കൊടുത്തു അല്ലേ? അരുൺ, ഒരു കാര്യം ചെയ്യാനും നമുക്ക് ഇവർക്കൊരു സന്തോഷം വരണം. മിമിക്രിയുടെ ഒരു ഡോസ് അങ്ങോട്ട് ഇട്ട് കൊടുത്താലോ? ഓക്കെ. ആരെയാണ് അനുകരിക്കുന്നത് സാധാരണ? TS രാജു, ജോക്കർ എന്ന സിനിമയിൽ TS രാജു. ഓക്കെ. ബാബു ബാബു കൊത്തി കൊത്തി മറത്തി കയറി കൊത്തല്ലടി എടി 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 പ്രൊഫസറെ, എന്താ ശാലിനി മോളുടെ ടെക്നിക്ക് എടുത്തിട്ട് അവളെ നിന്ന് ചലക്കണ കണ്ടില്ലയോ? എടി 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 എനിക്കൊരു ടച്ചിന്റെ ഫോണ് വാങ്ങാം, ഒരു 3000 രൂപ വേണോടി പ്രൊഫസറെ. പിന്നെ വേറെ ആരാ അനുകരിക്കാൻ സാധ്യതയുള്ളൂ? വേറെ എന്ന് പറയുമ്പോൾ വിനയ് ഫോർട്ട് നോക്കാം. റെഡി. ജോർജ് ഇടയ്ക്കിടയ്ക്ക് മലർ മിസ്സിൻ്റെ അടുത്ത് പറയണം വിമൽ സാർ പാവാന്നും, വിമൽ സാറിന് നല്ല മനസ്സൊക്കെയാന്ന് പറഞ്ഞു. വിമൽ സാർ നല്ലപോലെ പാടും, സ്പോർട്സിൽ വലിയവനാണെന്നും, ഡാൻസ് വേണ്ട. ഊട്ടിയിൽ വിമൽ സാറിന് 900 ഏക്കറിൽ റബ്ബർ ജില്ല ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് ശംഭുവും കോയ ഇടയ്ക്കിടയ്ക്ക് കയറ്റി പറഞ്ഞു. ബാസിത് എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിട്ടുണ്ട്. അരുൺ വളരെ നന്നായി. അരുൺ തുടരാം. കോഴി കട്ടവന്റെ തലയിൽ പൂട കാണില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് കൊല്ലം പരവൂരിൽ നിന്ന് വന്ന സിദ്ധാർത്ഥിനെയാണ്. കാണില്ലല്ലോ, പൂട കാണും എന്നതാണ് വിഷയത്തിന്റെ. അല്ലല്ല, അത് ചെറിയൊരു മാറ്റം വരുത്തുന്നല്ലേ ഉള്ളൂ. ഒരു ആവശ്യമുണ്ട്. ഒരു നാടിനുള്ള പരിഗണന. എന്നെ ഒരു നിമിഷത്തിന്റെ വേദിയിൽ കൊണ്ടുവരാൻ തന്നെ ഒരു കാരണക്കാരനായിരുന്നു ബാസിത് ആൽവി. പക്ഷെ എന്റെ കാരണത്താൽ തന്നെ ഇപ്പൊ കറക്റ്റ്. ബാസിത് ആൽവിക്ക് തുടരാം. ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുകയാണ് എങ്കിൽ 1998 ആദ്യമായിട്ട് പെണ്ണ് കാണുവാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കരയിൽ ആദ്യമായി എന്നുള്ള വാക്ക് അല്ലല്ല, ആധികാരികമായിട്ട് ആധികാരികമായി അമ്പട കള്ളി. മാത്രമല്ല, പുള്ളി ഒരു നല്ല കാര്യം പറഞ്ഞു തുടങ്ങുകയായിരുന്നു. ആദ്യമായി പെണ്ണ് കാണാൻ അല്ലേ? പെണ്ണ് കാണാൻ പോകുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീയെയും നോക്കിയിട്ട് തിരികെ ഇറങ്ങുമ്പോഴാണ് വീട്ടിൽ നല്ലൊരു കോഴി നിൽക്കുന്നത് ഞാൻ കാണുന്നത്. എന്താണ് ഞാൻ നിർത്തിയില്ല. ആരായാലും ഒരു പെണ്ണിനെ കാണുമ്പോ വിക്കി പോകുന്നില്ല. എന്താ പറയുന്നത്? വിക്കിയിട്ടൊന്നുമില്ല ഇവിടെ. എന്റെ സിദ്ധാർത്ഥേ, ജീവിതത്തിൽ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് വിൽക്കാത്തത്. അങ്ങനെ ഈ വേദിയിൽ ആദ്യമായി ഈ വിഷയത്തിൽ സംസാരിക്കുവാൻ കിട്ടിയ സന്തോഷം എല്ലാവരോടും പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ ഈ വിഷയത്തിൽ ഈ വേദിയിൽ എന്റെ അപ്പൊ താങ്കൾക്ക് തുടരാം. കോഴി കട്ടവന്റെ തലയിൽ പൂട കാണുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ബാസിത് ആൽവിയും തൃശ്ശൂരിലെ അലക്സാണ്ടറും പരവൂരിലെ സിദ്ധാർത്ഥും ചെതലയുടെ താഴ്വരയിൽ കരിമ്പനകൾക്ക് കാറ്റുപിടിക്കുന്ന പ്രകമ്പനങ്ങൾ തസ്രാക്കിലിരുന്ന് എഴുതി വെച്ച OV വിജയൻ പുനലൂർ തൂക്കുപാലത്തിലൂടെ നടന്നു വന്നപ്പോൾ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടു.
കണ്ണട വെച്ച് വാക്കുകൾ കൊണ്ട് ആ ഏവരെയും വാക്കുകൾ ശരങ്ങളാകുന്ന ഈ വേദിയിൽ ശബ്ദവിന്യാസങ്ങൾ കൊണ്ട് പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റുവാൻ ശ്രമിക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരനെ കാണുമ്പോൾ തീർച്ചയായും ഒരു കോഴിയെ ഓർക്കുന്നതിൽ സാർ അത് ആരെയാന്ന് വ്യക്തമാണ്. എന്താണ് സാർ? ഈ കൂട്ടുകാരിൽ ഏത് കൂട്ടുകാരനെ അല്ല എന്നെ കണ്ട അങ്ങനെ പറയത്തില്ല, അതുകൊണ്ട് ഇവനെ അല്ല ഏത് കൂട്ടുകാരനെ കണ്ടപ്പോഴേ ക്വാഴിയെ ഓർത്തത്? ക്വാഴി മിമിക്രിക്കാരൻ അരുൺ അരുൺ കൺഗ്രാജുലേഷൻ. ക്വാഴി സാർ ഒന്ന് കെട്ടിപ്പിടിക്കാവോ? അതെ, ഒരു എപ്പിസോഡിൽ ഒരു കെട്ടിപ്പിടിയുണ്ട് അത് കഴിഞ്ഞു. അപ്പൊ എനിക്ക് 3 എണ്ണം കിടപ്പുണ്ട്. എനിക്ക് ആദ്യം വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അതെന്നാ പരിപാടിയാണ്. അലക്സാണ്ടർ ജോയ് തൃശൂർ. ചിരകാല സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം എന്ന നിലയിൽ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ പറയാതെ ഉരിയാടാതെ നിൽക്കുന്ന ഈ സഹോദരി അന്ന് എന്നെ ഓർമ്മിപ്പിച്ചത് ഒരു കോഴിയെ ആയിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മൂക്ക് ഒരു കൊക്കിനെ ശരി സരസമായി സംസാരിക്കുന്ന സുന്ദരനായ സഹൃദയ, താങ്കൾക്ക് മാത്രമല്ല ആ പട്ടം, നീലക്കുപ്പായം ഇട്ട് നിൽക്കുന്ന എന്റെ സിദ്ധാർത്ഥ് എന്ന സുഹൃത്തിനും അത് ചേരും. കാരണം കൊങ്കൺ റെയിൽവേ അങ്ങനെ പങ്കിലക്കാട്ടിൽ നിന്ന് കോഴിയെ കട്ടവൻ ആരാണെന്ന് കണ്ടെത്താൻ വന്ന ശക്തരിൽ ശക്തൻ, എതിരാളിക്ക് ഒരു പോരാളി ഡിങ്കൻ. എന്നെ കുറെ ഡിങ്കനാക്കുന്നുണ്ട്. കൊങ്കൺ തീവണ്ടി പാലം പോലത്തെ മൂക്കും പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഒരയ്ക്കുന്നത് പോലെയുള്ള ശബ്ദവുമുള്ള താങ്കൾ ആരെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്? സിദ്ധാർത്ഥ്. താങ്കൾക്ക് തുടരാം. രാത്രി കൂറ്റാക്കൂരിട്ട് കനത്ത മഴ പെയ്യുന്നു. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയും. താങ്കൾക്ക് തുടരാം. സുന്ദരിയായ കോഴിയെ കാണണമെങ്കിൽ ദേ അതിന്റെ രണ്ടിന്റെയും നടുക്കേക്ക് നോക്കുക. ശ്രീരാമന്റെ വില്ല് വളച്ച പോലത്തെ പിരികവും വശ്യാർന്ന കണ്ണുകളും. ഇത്തിക്കര പോത്തച്ഛൻ അത്തിപ്പഴം തപ്പി ഊത്തപ്പവും പോത്തിറച്ചിയും തന്നിട്ട് കുത്തി നിന്ന് ഓർത്ത് ചേർത്ത് വാർത്ത നേർത്ത കൂർത്തമുള്ളിന്റെ പരസ്യഫലകത്തിന് താഴെ നിന്നപ്പോഴാണ് കോഴി എന്നതിനെ ആദ്യം കണ്ടത്. അത്തിക്കര ഇത്തിക്കയം പത്തിക്കാൻ എത്തിപ്പെട്ട് അത്തിക്കരയല്ല ഇത്തിക്കരയായിരുന്നു ആദ്യത്തെ ഇത്തിക്കര, ഇത് അത്തിക്കര. അല്ല ഇത് രണ്ടിലും ഒരു കരയുണ്ട്. സ്ഥലപ്പേരാണ്. എനിക്ക് തടസ്സമുണ്ട്. ഇല്ല എന്ന വാക്ക് ആവർത്തിച്ചു. ആവർത്തിച്ചോ? ഇത്തിക്കര പോത്തച്ഛൻ അത്തിപ്പഴം തപ്പി ഊത്തപ്പവും പോത്തിറച്ചിയും തന്നിട്ട് കുത്തി നിന്ന് ഓർത്ത് ചേർത്ത് വാർത്ത നേർത്ത കൂർത്തമുള്ളിന്റെ പരസ്യഫലകത്തിന് താഴെ നിന്നപ്പോഴാണ് കോഴി എന്നതിനെ ആദ്യം കണ്ടത്. റിയ, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. വത്തിക്കാൻ അത്തിക്കയം എത്തിപ്പെട്ട് മത്തിക്കറി വെച്ച് മത്താപ്പൂ കത്തിച്ച മാർത്തയുടെ നേരത്തെ മത്തിക്കറി ആഗോളവൽക്കരണത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് വേണം നമ്മൾ ഈ വിഷയത്തെ വൈരുദ്ധ്യാത്മകമായിട്ട് പരിശോധിക്കാൻ. ആഗോളവൽക്കരണത്തിന്റെ കാലത്തിലേക്ക് കടന്നു പോകണ്ട, മറിച്ച് ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളം ജില്ലയിലും ഒരു സുന്ദരനുണ്ടെങ്കിൽ അത് പുനലൂർ തൂക്കുപാലത്തിലെ ബാസിത്തല്ല, മറിച്ച് അത് ഞാൻ തന്നെയാണ്. കാരണം അറിയണമെങ്കിൽ മുണ്ടക്കയത്തെ വണ്ടൻപതാലിലേക്ക് വരൂ. തിങ്കളും താരകങ്ങളും എത്തി നോക്കുന്ന നീലാകാശത്തിന് ചുവട്ടിലെ വിദ്യാലയത്തിൽ ഒരു ചെറുപ്പക്കാരൻ കോട്ടയത്തിന്റെ കോട്ടയായ മുണ്ടക്കയത്തെ വണ്ടമ്പതാതിൽ എന്റെ കുട്ടനായ അഡോണി കുട്ടപ്പൻ ചേട്ടന്റെ തട്ടുകടയിൽ ചെന്ന് എട്ടപ്പും മുട്ടും ഞാൻ രണ്ടാം ഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ യൂട്യൂബിൽ നിന്ന് കണ്ടു പഠിച്ച് ഈ വേദിയിൽ വീണ്ടും ആവർത്തിക്കുവാൻ കരുതണ്ട കൂട്ടുകാരാ, മറിച്ച് താങ്കൾക്ക് നേരത്തെ പറഞ്ഞു നിർത്തിയതിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. സുന്ദരിയായ കോഴിയെ കാണണമെങ്കിൽ ദേ അങ്ങോട്ട് നോക്കുക. ശ്രീരാമന്റെ വില്ല് വളഞ്ഞ പോലത്തെ പുരികങ്ങളും പശ്ചിമയാർന്ന കണ്ണുകളും. ശ്രീരാമന്റെ വില്ല് വളച്ച പോലത്തെ പുരികങ്ങളും പശ്ചിമയാർന്ന കണ്ണുകളും നീണ്ട മൂക്കും. മൗനത്തെയും മരണത്തെയും അതിജീവിക്കുന്ന കഥയാണ് 1001 രാവുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒറ്റയ്ക്കിരുന്ന കുട്ടിക്കാലത്ത് ആ പുസ്തകം വായിച്ചപ്പോൾ ഒരു കോഴിയുടെ ദൃശ്യം മനസ്സിലേക്ക് ഓടി വന്നു. പുനലൂർ തൂക്കുപാലമല്ല, മറിച്ച് പരവൂരിലെ സിദ്ധാർത്ഥിന്റെ ചിത്രമായിരുന്നു ചിത്രത്തിൽ അന്ന് തെളിഞ്ഞത്. ഇത് കൊട്ടേഷനാണ് സാർ. ഇത് കൊട്ടേഷനാണ്. പിന്നെ ഒരു നിമിഷത്തിൽ കൊട്ടേഷൻ എന്റെ ഈ 46 കിലോമീറ്റർ എനിക്ക് കൊട്ടേഷൻ തന്നു വിട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട് താങ്കളൊക്കെ തുടരാം. അങ്ങനെ ഇരുണ്ട
കളഞ്ഞു സാർ കളഞ്ഞു വിളിച്ചു. ആ സമയം തീരാൻ പോകുന്നു. അലക്സാണ്ടർ ജോയ് തൃശ്ശൂരിൽ എവിടെ വീടെന്നാ പറഞ്ഞേ? എന്റെ പൊന്നെ. മാളക്കാരൻ തുടരാം. മാളയിലെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കോഴിക്കട്ട ഒരു കള്ളനെ കുറിച്ചാണ്. അന്ന് അവൻ എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി നൽകിയത് വിശന്നിട്ടാണ് മാഷേ എന്നായിരുന്നു. അത്തരത്തിൽ അപ്പൊ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. താങ്കൾ അവസാനിക്കും. ഗുജറാത്തിന്റെ ഉപ്പ് മരുഭൂമിയും രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യം കണ്ടു. സമയം അവസാനിച്ചു. നമ്മളിനി അടുത്ത വിഷയത്തിലേക്ക് പോകുന്നു. നമ്മളിനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ആൾമാറാട്ടം. ഈ റൗണ്ടിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ആരെക്കുറിച്ചാണോ സംസാരിക്കേണ്ടത് അയാളായി മാറണം ഈ റൗണ്ടിൽ. അപ്പോ അഡോണി ജോണിന് തരുന്ന വിഷയം ആണുങ്ങൾക്ക് മോഹൻലാൽ, സ്ത്രീകൾക്ക് നമിത പ്രമോദ്. താങ്കൾക്ക് തുടരാം. ഞാൻ മോഹൻലാൽ. നിങ്ങളുടെ മുന്നിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ മോഹൻലാൽ. എന്റെ ബാല്യകാലത്തിലേക്ക് കടന്നു പോകുമ്പോൾ പുലരിയാവുവാൻ കാത്തുനിൽക്കും അച്ഛൻ എന്നെ കൈപിടിച്ചുകൊണ്ട് നിരത്തുവക്കിലൂടെ വിശ്വദർശനത്തിന്റെ മഹാകാഴ്ചകൾ കാണിച്ചു തരുവാൻ വേണ്ടി കൊണ്ടുപോകും. അന്ന് കൊണ്ട് കൈപിടിച്ച് സിദ്ധാർത്ഥ് 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. ചിലത് പഠിക്കാനും മറ്റുള്ളത് പെർഫോമൻസ് തുടങ്ങിയപ്പോഴേ തന്നെ പാളിപ്പിച്ചു. താങ്കൾ തുടരാം. കുറച്ച് വെയിറ്റ് ഇട്ടതാണ്. അഭിനയത്തിന്റെ ആദ്യ പടങ്ങൾ പഠിച്ചത് വിദ്യാലയത്തിൽ. ആദ്യ പാഠം MA പൊളിറ്റിക്കൽ സയൻസ് എന്നല്ലേ പറഞ്ഞത്? താങ്കൾക്ക് തുടരാം. നീലകണ്ഠൻ, ഇന്ദുചൂടൻ, കാർത്തികേയൻ എന്നൊക്കെ കേട്ടാൽ രോമാഞ്ചം വരാത്ത എത്ര മലയാളികളുണ്ട് നമ്മുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെ പറയട്ടെ, കാളൂർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. താങ്കൾക്ക് തുടരാം. 1997 സെപ്റ്റംബർ മാസം 22-ാം തീയതി രാവിലെ 1:30 പിറവിയെടുത്ത ഒരു കുഞ്ഞ്. രാവിലെ 1:30 വെളുപ്പാങ്കാലം. നിങ്ങളുടെ രാവിലെ 1:30 ഇല്ലേ? എന്താണ് ബാസി താൽവി? താങ്കൾക്ക് തുടരാം. 1997 രാവിലെ ഒന്നുകൂടെ പറഞ്ഞു. അത് പറ്റത്തില്ല, ആവർത്തിച്ചു. താങ്കൾക്ക് തുടരാം. ബാസി താൽവി. 1997 ഫെബ്രുവരി 17-ാം തീയതി എന്നെ ഒരു നടനാക്കി മാറ്റിയിട്ടുള്ള താരമായ ഞാൻ ടോണ് മാറ്റിയ കുഴപ്പം. ടോണ് മാറ്റിയാൽ ഇത് മോഹൻലാല സംസാരിക്കുന്നത്. നിനക്ക് എന്തിനാ ഇത് മോഹൻലാൽ? തൊണ്ടവേദന വന്ന മോഹൻലാല്. തൊണ്ടവേദന വന്ന മോഹൻലാല് എന്നെ നടനാക്കി മാറ്റിയ ആ വിശ്വപ്രതിഭ ഈ ഒരു നിമിഷം പരിപാടിയിൽ വന്നിട്ടുണ്ട് എന്നറിയുന്നതിൽ അതിയായ സന്തോഷം. ബാസി താൽവി, നീ എവിടെയാണ് എന്ന് എനിക്കറിയില്ല. എങ്കിലും നിന്റെ ചുടുചുംബനം കാത്തുകൊണ്ട് ഇപ്പോഴും എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. മോഹൻലാൽ ദയവ് ഇത് കാണല്ലേ. താങ്കൾക്ക് തുടരാം. ഇടഞ്ഞ കൊമ്പന്റെ കണ്ണിന് നേരെ തോട്ടി കയറ്റി കളിക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. മോഹൻലാൽ എന്ന് പറയുന്ന ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചലച്ചിത്രത്തിലൂടെ അലക്സാണ്ടർ ജോയ് ചാതുർവർണ്ണത്തിന്റെ ചതിക്കുഴികളിൽ വ്യക്തമായി ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ചാതുർവർണ്ണ്യം. ഇതൊക്കെ ഇത്രേ പറയാൻ പറ്റൂ. അത്രയുള്ള നാക്കൊക്കെ കയ്യിലുള്ളൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ കടന്നു വന്ന് ഇന്നലെ ബാലേട്ടൻ തുടങ്ങിയ ചലച്ചിത്രങ്ങളിൽ വളരെ പ്രഥമം. ആരോഹണത്തിന്റെ അവരോധ ഞാൻ നമിത പ്രമോദ്. 121 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്തിലെ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിൽ ഏറ്റവും പ്രശസ്തിയായ ഒരുവളാണ് ഞാൻ. നമിത നല്ല രീതിയിൽ പറഞ്ഞാൽ തെറ്റാണ്. താങ്കൾക്ക് തുടരാം. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ പത്മയും പാണ്ഡവപുരത്തിലെ ദേവിയും ഉൾക്കടലിലെ റീനയും ചില്ലിലെ ആനിയും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പ്രഭയും എന്റെ അഭിനയ ജീവിതത്തിൽ എനിക്ക് മാതൃകയായി നിന്ന കഥാപാത്രങ്ങളാണ്. ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന അമ്മയെയും അച്ഛനെയും ഈ വേദിയിൽ നിന്ന് ഞാൻ പ്രണമിക്കുകയാണ്. പൂജാപാത്രങ്ങളായി നേരത്തെ അങ്ങനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ നരേന്ദ്രനായിട്ട് വന്നിട്ട് പിന്നീട് മലയാളികളുടെ ലാലേട്ടനും ബാലേട്ടനും മാമ്പഴക്കാലത്തിലെ വേറെ ഏതോ ഏട്ടനുമായി മാറിയ മുരുകനിലെ മോഹൻലാലായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന ഞാൻ അധികം മറ്റേ സാധനം ഏതാ പറയാൻ വന്ന് വാക്ക് സാഹിത്യം പോയി. താങ്കൾക്ക് തുടരാം. ഒരു അഭിനേതാവ് മാത്രമല്ല, മലയാളികളുടെ മനസ്സിൽ കൂടുകൂട്ടിയ മഹാമനുഷ്യനാകുവാനും എനിക്ക് സാധിച്ചു എന്നത് ആദ്യം പറഞ്ഞത് മമ്മൂട്ടിയാണ്. ആ സുഹൃത്തിന്റെ ഓർമ്മയിൽ നിന്നുകൊണ്ട് വെറുതെ ഞെക്കുന്ന ആ മനുഷ്യനെ ഒന്ന് നോക്കൂ സാർ.
നോക്കി. എന്താ അരുൺ നോക്കി? വെറുതെ ഒരു വെറുതെ നോക്കി, വെറുതെ ഞെക്കിയതാണ്. വെറുതെ ഞെക്കി പഠിക്കുകയാണ് അരുൺ. അല്ല സാർ. ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ ഒന്ന് 6 തവണ ഞെക്കിയത് താങ്കൾ മാത്രം. കൊള്ളാമോ നോക്കിയാ സാർ. താങ്കൾക്ക് തുടരാം. ഓക്കെ. സാർ, ഞാൻ തടസ്സം- ഞെക്കിപ്പോയ പുള്ളിക്കൊരു സുഖം. സാർ തടസ്സം എന്താണ്? തടസ്സമില്ല, വെറുതെ ഞെക്കിയതാന്നാ പറഞ്ഞു. താങ്കൾക്ക് തുടരാം. പണ്ടൊരു കാലത്ത് മൗനത്തിന്റെയും മരണത്തിന്റെയും കഥ മരണമല്ല മരണം. മരണം മരണം എന്നാ പറഞ്ഞേ. തന്നെ. സിദ്ധാർത്ഥിന് ചെവിക്ക് എന്തോ കേട്ടതിന് കുഴപ്പമുണ്ട്. പ്രശ്നമായിരിക്കും. സിദ്ധാർത്ഥ്, പച്ച എനിക്കൊന്ന് കാതൊന്ന് കഴുകണം. അയ്യോ അത് സാർ ശരിയാണ്. വാക്സ് കയറി അടഞ്ഞിരിക്കുക. അതെ സാർ. അല്ലേ? ഇത് ഇരിക്കട്ടെ ഒരെണ്ണം. ഇതൊരെണ്ണം ഇരിക്കട്ടെ. താങ്കൾക്ക് തുടരാം. മൗനത്തെയും മരണത്തെയും കഥ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് 1001 രാവുകൾ എനിക്ക് പറഞ്ഞു തന്നു. ആദ്യം മമ്മൂട്ടി പറഞ്ഞിരുന്നു. അതെ തുടരാം. സിദ്ധാർത്ഥ് ജോയ്. Absolutely right. അലക്സാണ്ടർ ജോയ്. അത് താങ്കൾക്ക് തുടരാം. വേഗം വേഗം. അഭിനയത്തിന്റെ മഹാകടലുകൾ താണ്ടിയാണ് ഞാൻ ഈ വേളയിൽ ഇവിടെ നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഓക്കെ. മത്സ്യം ജലത്തിലേക്ക് വീണൊഴുകുന്ന രീതിയിൽ അനായാസം അഭിനയത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുവാൻ വിൻസെന്റ് വാൻ ഗോഗ് ഇറങ്ങുന്ന രീതിയിൽ ഇറങ്ങുമ്പോൾ ഓക്കെ, തുടരാം. അരുൺ വിൻസെന്റ് വാൻ ഗോഗ് രക്ഷപ്പെടുത്തിയില്ല. താങ്കൾക്ക് തുടരാം. ഞാൻ മോഹൻലാൽ. മധുരാപുരിയുടെ മേൽ കംസൻ കരിനിഴലായപ്പോൾ കാളിയന്റെ വിഷമേറ്റ് യമുനാ നദി കരഞ്ഞ സമയത്ത് ആസുരിക ശക്തിയാൽ നടുങ്ങിയ ദ്വാപര യുഗത്തിന്റെ രക്ഷയ്ക്കായി ദ്വാപരയല്ല, ദ്വാപര യുഗം. ദ്വാപര യുഗത്തിന്റെ രക്ഷയ്ക്കായി ദ്വാപര. ഓക്കെ, താങ്കൾക്ക് തുടരാം. വിൻസെന്റ് വാൻ ഗോഗിനെ പൂർത്തീകരിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തിന്റെ സൂര്യകാന്തി പൂക്കളിൽ പറയാതെ വെച്ച ചിത്രത്തിന്റെ അഭിനയ ശകലങ്ങളാണ് ജീവിതത്തിൽ എന്നും മാർഗദർശികളായിരിക്കുന്നത്. ചിത്രത്തിലേക്ക് ഓക്കെ, റിയ. ലോകമെമ്പാടും അങ്ങ് ചൊവ്വയിൽ പോലും ചിതറിക്കിടക്കുന്ന മലയാളി സമൂഹത്തിന് ഏറെ പരിചിതമായ ഒരു മുഖമാണ് എന്റേത്. മലയാളി ഉണ്ട്, തെളിയിക്കാൻ പറ്റൂല്ലെന്ന്. താങ്കൾക്ക് തുടരാം. അലക്സാണ്ടർ ജോയ്. ചൊവ്വയിൽ മലയാളി ഉണ്ട്. താങ്കൾക്ക് തുടരാം. അവർക്ക് വളരെ ചിരപരിചിതമായ ഒരു മുഖമാണ് എന്റേത്. ഞാൻ നമിത പ്രമോദ്. നേരത്തെ ഓക്കെ, താങ്കൾക്ക് തുടരാം. ആഗോള മലയാളി സമൂഹത്തിന് മുന്നിൽ പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന ഗ്രാമത്തിൽ വിശ്വനാഥന്റെയും ശാന്തകുമാരിയുടെയും മകനായി ജനിച്ച് പൂർണ്ണ നടനായി നിൽക്കുന്ന ഞാൻ മോഹൻലാൽ. 6-ാം തമ്പുരാൻ, കിലുക്കം, കിലുകിലുക്കം, പിന്നീട് വേറെ ഏതൊക്കെയുണ്ട്? 6 പച്ചച്ചീട്ടുകൾ വാങ്ങിച്ച് 6-ാം തമ്പുരാനെ പോലെ അല്ല, അത് സിനിമയുടെ മറ്റേ ചലച്ചിത്രത്തിന്റെ പേരുടെ 6-ാം തമ്പുരാൻ. അങ്ങനെ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ആരോഗ്യ ദൃഢഗാത്രനായ എന്നെ മത്സ്യം ജലത്തിലേക്ക് വീണൊഴുകുന്ന രീതിയിൽ നേരത്തെ ഒഴുകി മത്സ്യം കുറച്ച് നേരമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യം ജലത്തിലല്ലാതെ പിന്നെ എവിടെ ഒഴുകുമെന്ന് എന്റെ പ്രിയ സുഹൃത്ത് ഒന്ന് വിശദീകരിച്ചു തരണം. ഇത് ബാസിദ് അൽവിയുടെ വാചകമാണെന്ന് ഒന്ന് പറയട്ടെ. അതായത് ഞാനും മമ്മൂട്ടി, ശ്രീനിവാസ്. മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു പ്രസക്ത വ്യക്തിയാണ് ഞാൻ. എന്റെ പേര് ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കൂ. എനിക്കൊന്ന് ചെറിയൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. പ്രശസ്ത. താങ്കൾക്ക് തുടരാം. ബാബു ആന്റണി, ഉമ്മർ, പ്രേം നസീർ അടക്കമുള്ള നടന്മാർ എന്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് മലയാളം പ്രസാദാത്മകത. ഇതിനൊക്കെ കയ്യടി വെക്കില്ല, പിന്നെ എന്തിനാ കയ്യടി പ്രസാദാത്മകത ആരും പ്രതീക്ഷിക്കത്തില്ല. അതെ, എല്ലാരും എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല എന്ന് പറയുന്ന ജനമാവുള്ളൂ. ഇനിയിപ്പോ എനിക്ക് പ്രസാദാത്മകത കിട്ടുന്നില്ല. ഞാൻ ചെയ്ത അഭിനയ മുഹൂർത്തങ്ങളിൽ ഏറ്റവും മനോഹരമായി തോന്നിയത് ആടുതോമയിലെ എന്റെ കഥാപാത്രമാണ്. കാരണം അഭിനയം ആവർത്തിച്ചു. ഇടഞ്ഞ കൊമ്പന്റെ തോട്ടിയിൽ കണ്ണിട്ട് ഇളക്കല്ലേ. ഒരിക്കൽ മമ്മൂട്ടി എന്നോട് ചോദിച്ചു, മോനെ നിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തരെന്ന്. ഞാൻ പറഞ്ഞു, പച്ചമുളക്, ഉപ്പുമുളക്, 1979 കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കുന്ന കാലിക്കറ്റ് തന്നെ എന്റെ പേര്. ഇത് കാലിയാണോ? താങ്കൾക്ക് കാർഡിന്റെ ആവശ്യമുണ്ട്. കാലിക്കറ്റ് സർവകലാശാല എന്റെ പേര്. താങ്കൾക്ക് തുടരാം. പഠിക്കുന്ന സന്ദർഭത്തിൽ മമ്മൂട്ടി എന്നോട് വന്ന് പറയുകയുണ്ടായി, എന്താ വയറാണ് മോനെ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന്. അർത്ഥശങ്കയും സങ്കോചവും
റിയ നമിത പ്രമോദിന്റെ രഹസ്യങ്ങൾ ഒന്ന് കേട്ടുള്ളൂ. ചിത്രദർശനിലൂടെ കേരളത്തിലെ പ്രേക്ഷകരുടെ മുൻപിൽ ബാലതാരമായി എത്തി പിന്നീട് സിനിമയിലെ ചിത്രദർശനിയിൽ ബാല്യതാരമായിട്ട് എത്തിയിട്ടുള്ള നിന്നെ കണ്ടിട്ട് ഒരുപാട് തവണ രോമാഞ്ച കഞ്ചുകം അണിഞ്ഞു പോയിട്ടുള്ള നടനാണ് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഞാൻ. ഈ മരത്തിൽ പുലിമുരുക സിനിമ ഇവൻ കണ്ടിട്ടില്ല, അതിനകത്തൊക്കെ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അറിയത്തില്ല. മരത്തിൽ ആയുർവേദ അല്ല, നിങ്ങൾ കൈയടിച്ചോണ്ട് സാറേ ഇതായതാട്ടോ. കൈയടിച്ചോണ്ട് ഞാൻ നിർത്തി തന്നെ. ഒന്ന് പറയട്ടെ. മഠത്തിൽ ആയുർവേദ കലാലയത്തിൽ പഠിക്കുന്ന ഈ യുവസുന്ദരിമാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും തോന്നിപ്പോകുന്ന ഒരു ഉൾപ്പുളകം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിനക്ക് ചോദിക്കാം, പക്ഷെ ഒന്നുമില്ല. ആറാം തമ്പുരാനും കിലുക്കവും ഒക്കെ കണ്ടിട്ട് ഒരുപാട് തവണ എന്നെ ആരാധിച്ചു പോയിട്ടുള്ള എന്റെ ആരാധക ബാസിദ് ആൽവിയുടെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുക എന്നത് ആയിരിക്കും. ഇതെങ്ങനെ മനസ്സിലായി? അല്ല, അത് പറഞ്ഞായിരുന്നു. താങ്കൾക്ക് തുടരാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളം. മഠത്തിൽ ആയുർവേദ കലാലയത്തിലെ വിദ്യാർത്ഥികളെ സുന്ദരിയും സുമുഖയും വിദ്യാർത്ഥിനികളെ പെൺകുട്ടികളാണ് ഇരിക്കുന്നത്. ആൺകുട്ടികളാരും ഇല്ലല്ലോ. ഇല്ല, ആരുമില്ല. വിദ്യാർത്ഥിനികൾ എന്ന് തന്നെ പറയണം. പെൺകുട്ടികൾ. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന മാരക രോഗം ബാധിച്ച എന്ത് നീ പറയണ അതിന്റെ മലയാളം നീ പറഞ്ഞിട്ട് പോയാൽ ഉത്കണ്ഠാരോഗമുള്ള സുഹൃത്തെ എന്നെ എനിക്കത് കൊണ്ടിട്ടില്ല. ഉത്കണ്ഠ ആത്മഹത്യ ഇത് കേട്ട് ഞാൻ ആദ്യമായിട്ട് ഉൾക്കൊണ്ടാന്നൊക്കെ ഇതിന് ബോണ്ട അരി ഉണ്ടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അസുഖമുണ്ടോ? ഇല്ല ഇല്ല. താങ്കൾക്ക് തുടരാം. ഉത്കണ്ഠയല്ല സുഹൃത്തെ, ഉത്കണ്ഠ. ഗോൽക്കൊണ്ട വനാന്തരങ്ങളിലൂടെ നടന്നു വന്ന ഗോൽക്കൊണ്ട എന്തോ ഒരു സ്ഥലപ്പേര്. ഗോൽക്കൊണ്ട വനാന്തരങ്ങളിലൂടെ നടന്നു വന്നപ്പോൾ അത് സമ്മതിച്ചില്ല സാർ, പറയാൻ സമ്മതിച്ചില്ല. താങ്കൾക്ക് തുടരാം. പെണ്ണുങ്ങളുടെ കൊടയും പിടിച്ച് തോളും ചരിച്ച് മലയാളത്തിന്റെ അഭ്രപാളികളിൽ അനിർവചനീയവും അനന്യസാധാരണവും അനിതരലബ്ധവുമായ ഒരു പ്രത്യേകതരം ഭംഗി നമുക്ക് പകർന്നു തന്ന മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദൃശ്യമൊപ്പം പുലിമുരുകൻ തുടങ്ങിയ ചലച്ചിത്രങ്ങളോടെ 50, 100 തുടങ്ങിയ കോടികളിലേക്ക് നിങ്ങൾ എന്നെ എത്തിക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ഞാനല്ലോ പുലിമുരുകനും ഒപ്പവും കണ്ടിട്ട് വികാര നിർഭരരായി പോയ നിങ്ങളെ കുറിച്ച് എനിക്ക് ഓർത്തിട്ട് സങ്കടം തോന്നുകയാണ്. എനിക്കിപ്പോൾ വന്നിട്ട് നിങ്ങളുടെ മുൻപിൽ ചിരപ്രതിഷ്ഠ നേടിയ ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. സ്വദേശിയാണെന്ന് പറയാലോ. സ്വദേശിയാന്ന് പറഞ്ഞ സ്വദേശിനി തന്നെ പറഞ്ഞ പെൺകുട്ടിയായി, അല്ലെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ചിത്രം എന്ന എന്റെ ചലച്ചിത്രത്തിന്റെ അവസാന രംഗം കണ്ട് കണ്ണീർ വാർത്ത അനേകം പ്രേക്ഷകർ ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് ഈ പരിപാടി കാണുന്നുണ്ട്. ഈ കുഴപ്പമില്ല. ഒരു മിമിക്രി കാണിച്ച് പറയാൻ വേണ്ടിയായിരുന്നു. അത് താങ്കൾക്ക് തുടരാം, പക്ഷേ മിമിക്രി കാണിച്ചോട്ടെ. ഞാൻ ലാലേട്ടൻ പണ്ട് ഒരിക്കൽ ഉമ്മൻചാണ്ടിയോടൊപ്പം യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. അതായത് എൻ്റെ സർക്കാർ നിനക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, പിന്നെ എല്ലാത്തിലും എൻ്റെ ഗവൺമെൻറ്റിൻ്റെ പരിഗണന ഉണ്ടാവും. എന്നെ പുരസ്കാര രാവിലൊക്കെ വിളിക്കും. ഗവൺമെൻറ്റിൻ്റെ 3 പദ്ധതികൾ നീ ഉദ്ഘാടനം ചെയ്യണം. എന്തോ സ്ഥാർത്തെ തുടർ സ്മരണികയുടെ പൂർവ്വചന്ദ്രിക വെളിച്ചത്തിൽ ഉദയനാൾ പോലെ ചെളിഞ്ഞു നിന്ന ചലച്ചിത്ര മേഖല മലയാളം കേട്ടിട്ടില്ലല്ലോ. തെളിഞ്ഞു നിന്ന അവതരണ കല അറിയാവുന്നത് എന്റെ കൂട്ടുകാരന് മാത്രമല്ല, നിന്നോട് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എന്റെ സമയം അവസാനിക്കുന്നു. KP ഉമറിന്റെ വേഷം കൊള്ളാം. ശരി കേട്ടോ. ഫലിതത്തിന്റെ ഉക്തിയൊക്കെ കടന്ന് നമ്മളൊരല്പം സീരിയസ് ആവുന്നു. സംഘർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ അവസാന റൗണ്ടിലേക്ക്. കൊട്ടിക്കലാശം. ഈ റൗണ്ടിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. തൊടുത്തുവിട്ട വാണം പോലെ പോകണം,
അല്ലെങ്കിൽ തൃശ്ശൂരിലെ പൂരത്തിലെ ചെണ്ട കൊട്ടി കയറുന്നത് പോലെ. നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. സംസാരിച്ചു തുടങ്ങേണ്ടത് സിദ്ധാർത്ഥ്. നാണം കെട്ടും പണം ഉണ്ടാക്കണം. വാക്കുകളുടെ പാശുപത ശക്തി കൊണ്ട് വജ്രാസ്ത്രങ്ങൾ തീർത്ത് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നാണം കെട്ടും പണം ഉണ്ടാക്കണം എന്ന വിഷയത്തെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്. എന്താണ്? 2 തവണ തുടരാം. 1923 ബ്രിട്ടീഷുകാരന്റെ തൂക്കുമരത്തിന് മുമ്പിൽ നിന്ന് ഇൻക്വിലാബ് ചിന്താവ വിളിച്ചപ്പോൾ ഞാൻ ആ വഴി കടന്നു പോയിട്ട് പറഞ്ഞു, ഇത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യമാണ് എന്ന്. മാത്രമല്ല എന്റെ സുഹൃത്തായിട്ടുള്ള എൽദോ സൈലോ ലിസ്തോ എന്നോട് പറയുകയുണ്ടായി, മകനെ മാത്രമല്ല ഇൻക്വിലാബ് സിന്ദാബാദിന് മലയാളം ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. താങ്കൾക്ക് തുടരാം. ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ ബണ്ടൂറോ ഫെറോസി ഫിറോസ് മുറോയാണ് എന്റെ അടുത്ത് ഈ വിഷയത്തെ പറ്റി ആദ്യമായി കൃത്യമായ രീതിയിൽ കൂർത്തമുനിയുള്ള വാക്കുകൾ ചിതറിത്തെറിക്കുന്ന ഈ വേദിയിൽ അക്ഷരങ്ങളാകുന്ന ആയുധങ്ങൾ കൊണ്ട് എന്താണ് വിഷയത്തെ പറ്റി പറയുമ്പോൾ നാണം കെട്ട് പണമുണ്ടാക്കുന്നവൻ അന്തിച്ചർച്ചയിൽ കുന്തം വിഴുകി നിന്ന് പണ്ടാരമടങ്ങുന്നവരാണെന്ന് വേദിയിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. കാരണം ഒരു സായാഹ്നത്തിൽ അധിനിവേശത്തിന്റെ ഓരോ ചങ്ങലകളും നാം പൊട്ടിച്ചെറിയേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ്. പണം ഉണ്ടാക്കുക എന്നത് ഒരു കലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നിന്റെ ജീവിത സാഹചര്യത്തിൽ കാലത്തിന്റെ കുത്തൊഴുകിൽപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെയൊക്കെ മനസ്സിൽ കടന്നു വരേണ്ട വളരെ അർത്ഥവത്തായ ഒരു വാചകമാണ് ഇത്. നാണം കെട്ടും പണം നേടുകയിൽ നാണക്കേട് അത് മാറ്റിടുമെന്നുള്ള പഴഞ്ചൊല്ല്. നാണക്കേടും അത് മാറ്റിടുമെന്ന പഴഞ്ചൊല്ല് ഇപ്പോൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇന്ദിരാഗാന്ധി, ഭണ്ഡാര നായിക് തുടങ്ങിയ അങ്ങനെ അധികം ആവർത്തിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പച്ച പരവതാനി വിരിച്ചിട്ട് വയലലയിലൂടെ നടക്കും. നാണം കെട്ടും പണമുണ്ടാക്കുക എന്നുള്ളത് മനുഷ്യന്റെ നിയത യാഥാർത്ഥ്യങ്ങളിൽ ആഗോളവൽക്കരണം കൊണ്ടിട്ട ഒരു വ്യക്തമായ സത്യമാണെന്ന് ഈ വേദിയിൽ പറയുകയാണ്. കാരണം പുലർകാല ചിന്തയിൽ നിന്ന് ഉച്ചനീചത്വങ്ങളിലേക്ക് കടന്നു 1991 പുതിയ സാമ്പത്തിക നയം ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം തുടങ്ങിയ 2 ആശയങ്ങൾ ഭാരതത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് അവരെ പട്ടിണിപ്പാവങ്ങളും ദരിദ്രനാരായണന്മാരുമാക്കിയ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സമൂഹങ്ങളിൽ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കൃത്യമായ രീതിയിൽ ഓരോ കാര്യങ്ങളെയും വിശകലനം ചെയ്ത് അപഗ്രഥനം ചെയ്ത് ഉദ്ഗ്രഥനം ചെയ്ത് ഇങ്ങനെ ഒരു വിഷയത്തെയും ചെയ്തുകൊണ്ട് അങ്ങനെ ഈ വിഷയത്തിന്റെ കൃത്യവും നിയതവുമായ ഓരോ ഇഴകളെയും കീറി പരിശോധിച്ചുകൊണ്ട് അപഗ്രഥനം, ഉദ്ഗ്രഥനം, ഉദ്ബോധനം എന്നിവ ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരെയും ബോധവാന്മാരാക്കുക എന്നതാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം. 1997 ശരീരം വിറ്റ് പണം ഉണ്ടാക്കിയിരുന്നുവെന്ന് ബാസിലാൽവി പറഞ്ഞ പ്രസ്താവനയോട് 100% യോജിക്കുന്നു. ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള ഒന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണം, മുംബൈയിലും ഡൽഹിയിലും ചുവന്ന തെരുവുകളിൽ എന്തിനാണ് സ്ത്രീകൾ സ്വന്തം ശരീരം വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഭൂമിയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ സൃഷ്ടിയുടെ മകുടോദാഹരണമാണ്. അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ജീവിക്കേണ്ടതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാരണം എന്ന് പറയുന്നത് സമൂഹത്തെ തുറന്ന മനസ്സോടുകൂടെ മൂല്യബോധത്തോടെ അത്യന്താപേക്ഷിതമായ വെള്ളം, വായു എന്നിവയ്ക്കപ്പുറം മാത്രമാണ് പണത്തിന്റെ സ്ഥാനമെന്നും കേവലം വ്യർത്ഥമായ സ്വാർത്ഥതയിൽ നാണം കെട്ട് പണം ഉണ്ടാക്കുക എന്ന വിഷയത്തെ പറ്റി ഓർക്കുമ്പോൾ ഡൽഹിയും മുംബൈയിലെയും ചുവന്ന തെരുവുകളെ മാത്രം ഓർമ്മിപ്പിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുന്ന മണ്ണ്, ഭൂമി, ജലം, വായു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനുഷ്യനെ ബുക്കുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അങ്ങനെ ആഗോള സാഹിത്യ സംരംഭങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളിൽ വ്യാകരണ പ്രശ്നം മൂലം നിങ്ങൾക്ക് ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുകയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ഡൽഹിയിലെയും മുംബൈയിലെയും ചുവന്ന തെരുവുകളെ മാത്രം പറയുന്ന അങ്ങനെ ആശയങ്ങളുടെ ആവർത്തനമില്ലാതെ ഇടതടവുകൾ ഒരിക്കൽ പോലും വരാതെ നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ സ്വാർത്ഥതയുടെ വ്യർത്ഥലോകത്തിൽ മൂഢന്മാരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്തിനെ പറ്റിയാണ്? ഇന്ത്യയുടെ ഇന്ദിരാഗാന്ധി, മാർഗ്രറ്റ് താച്ചർ തുടങ്ങിയ അധികാരികൾ. അമേരിക്കയിലെ സ്ത്രീകൾ എന്തുകൊണ്ടാണ് അല്പവസ്ത്രധാരികളായിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് പണമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല.
അങ്ങനെ സമൂഹത്തിലെ ദാരിദ്ര്യരേഖ താഴെയും മുകളിലുമുള്ള ഓരോരുത്തരുടെയും ജീവിതം ഇഴകേറി പരിശോധിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കണക്ക് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1937 സുരേഷ് ടെണ്ടുൽക്കറുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ട് വന്നിട്ടുള്ള ദാരിദ്ര്യരേഖ. ശരീരം വിറ്റ് ജീവിക്കുന്ന പെൺകുട്ടികൾ മാത്രമല്ല, മറിച്ച് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ദ്രോഹികളായിട്ടുള്ളവരും നാണം കെട്ട് പണമുണ്ടാക്കി ജീവിക്കുന്നവരാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പുരോഗമന സ്വാതന്ത്ര്യ ലഭ്യോ പുരോഗമന ചിന്തയുടെ വരവോടെ അവർണ്ണനീയമായ നാളുകളിൽ നിന്ന് വർണ്ണാക്ഷേപങ്ങളിൽ നിന്നുകൊണ്ട് അതായത് അടുത്തത് വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കുട്ടികലേശമായതുകൊണ്ട് തന്നെ ഇത്തിരി വേഗം കൂട്ടിക്കൊണ്ട് പറയുകയാണ് രാഷ്ട്രീയമാന്മാരും. 1947 ഓഗസ്റ്റ് 15 രാത്രി ലോകമുറങ്ങുമ്പോൾ പ്രിയ കൂട്ടുകാരി റിയെ, രോഗം എങ്ങനെ ഉറങ്ങുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ? രാഷ്ട്രീയമാന്മാരും ഭരണാധികാരികളും നാണം കെട്ട് പണമുണ്ടാക്കുന്ന പല അവസ്ഥകളും നമ്മുടെ നാട്ടിലുണ്ടെന്ന് കൈയടിക്കും പിള്ളേരെ. അതായത് പല കൈയടിക്കാൻ പോയതാ സാർ, കൈ കൊണ്ടയാ. അങ്ങനെ കൈ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് 2 തവണ പറഞ്ഞു. 1937 1937 47 പറ്റി പറയുമ്പോൾ ഒന്നും ഓർമ്മ നാണം കെട്ട് പണമുണ്ടാക്കി ജീവിക്കുന്നവരുടെ മേൽ ഇടുത്തി പോലെ കരിങ്കാരി നിറഞ്ഞ 1937 സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ വന്നിട്ട് അങ്ങനെ മനുഷ്യന്റെ ഓരോ അവസ്ഥകളെയും അവന്റെ കഷ്ടപ്പാടിനെയും ചൂഷണം ചെയ്യുന്ന ഭരണാധികാരികളുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഉഗാണ്ടയിൽ ഈദി അമീനും മഡഗാസ്കറിൽ പേരറിയാത്ത നേതാവും ചെയ്തു കൂട്ടിയ വിപ്ലവങ്ങളുടെ നരഹത്യകളും ഈ പണത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ലേ? തീവ്രവാദത്തിന്റെ പേരിൽ രാഷ്ട്രത്തിനെ പരിഗണിക്കാതെ ഒരു വിധത്തിലും മനുഷ്യന് തെറ്റുവേടി ചെയ്തുകൊണ്ടിരുന്ന ഓരോ ആൾക്കാരും അതായത് പണത്തിന്റെ ആവശ്യകതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അധികാരവും അധികാര വികേന്ദ്രീകരണം. 1988 സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ ഉമ്മയായിട്ടുള്ള റജുല ബീബി, അത് അവരോട് ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുക? 1947 നമുക്ക് ഗാന്ധിജി നേടുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നാണം കെട്ട് ജീവിക്കാനുള്ള ഒന്നല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ. 1947 സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്തിനാണെന്ന് കുട്ടിക്ക് അറിയത്തില്ല എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഭഗത് സിംഗും അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദും ഒക്കെ ചോര ചിന്തി നേടിത്തന്ന ഈ രാജ്യത്തിന്റെ മോചനമുണ്ടല്ലോ, അത് അങ്ങനെ ആശയങ്ങളുടെ ആവർത്തനമില്ലാതെ വാഗ്ധോരണികൾ തീർക്കുന്ന ഓരോ സുഹൃത്തുക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നാണം കെട്ട് പണം ഉണ്ടാക്കരുതെന്ന്. നാണം വിറ്റ് മോണമുണ്ടെന്നവർ നാണമില്ലാതെ പണമുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്? വൈദേശിക ശക്തികൾക്കെതിരെ പോരാടിയിട്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സന്ധിയില്ലാതെ പോരാട്ട സരണികളിൽ ഏർപ്പെട്ടിട്ട് അങ്ങനെ വൈദേശിക അധിനിവേശ ശക്തികൾ മനുഷ്യന്റെ മനസ്സിനുള്ളിലേക്ക് മാനവിക മൂല്യങ്ങളെ തച്ചു തകർത്തെറിഞ്ഞുകൊണ്ട് ആഗോളവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും പുതിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് അടിച്ചമർത്തി സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും ആധുനികവൽക്കരണവും ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയില് പുത്തൻ സാമ്പത്തിക നയം പുതിയ ചിന്തകൾ തേടി നാം ചേക്കേറേണ്ട സമയം അതിക്രമിച്ചിട്ടും പണത്തിന്റെ പിന്നാലെ പായുന്ന മനുഷ്യനോട് ഒരു ചോദ്യം: എന്താണ് നീതി? കൃത്യവും നേതവുമായ തീരുമാനങ്ങളിലൂടെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾ ആവശ്യിച്ചു എങ്കിൽ പിന്നെ നിങ്ങളൊന്ന് പറ, പണമില്ലാതെ എങ്ങനെ ജീവിക്കും? നാഴികയ്ക്ക് 40 ഒരു വാക്ക് നിങ്ങൾ ആവർത്തിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും നാം ഒരിക്കൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പണം ഉണ്ടാക്കുക എന്നത് ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും അങ്ങനെ 2 തവണ ഈ വാക്കിനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഈ സുന്ദരി കുട്ടികൾ ഇവന് വേണ്ടിയിട്ട് കൈയടിച്ചു എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, രാജ്യം അറിയപ്പെടുന്ന ഏറ്റവും വലിയ വർഗീയവാദികളും തീവ്രവാദികളും ഇന്ന് ഈ ദേശത്തുണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് സാമ്പത്തിക നയത്തെ കുറിച്ചും പണത്തെ കുറിച്ചും മാത്രം നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സാമ്പത്തിക നയത്തെ കുറിച്ചും പണത്തെ കുറിച്ചും അങ്ങനെ ആഗോളവൽക്കരണം കൊണ്ടുവന്ന് സമൂഹത്തിനെ മൂല്യമില്ലായ്മയുടെ ചാതുര തീരങ്ങളിലേക്ക് നയിച്ച ഓരോരുത്തരോടും പറയുവാനുള്ളത് ഇത്രമാത്രം: ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ബീഹാറിന്റെയും ഫൈസാബാദിന്റെയും ബഗൽപൂരിന്റെ ഒക്കെ തെരുവീതികളിലൂടെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചുവന്ന തെരുവുകളിൽ നിന്നും പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കരഘോഷങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് തുടങ്ങട്ടെ. ന്യൂസിലൻഡിന്റെ തെരുവുകളിലൂടെ നമ്മളിങ്ങനെ തെണ്ടിത്തെരിഞ്ഞ് നടക്കുമ്പോഴാണ് എന്റെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ സമയം അവസാനിക്കുന്നു. നമ്മളിനി ഈ പരിപാടിയിലെ അവസാനത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു.
നമ്മളിനി ഈ പരിപാടിയിലെ അവസാനത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. സംസാരിച്ചു തുടങ്ങേണ്ടത് ബാസിത്, തൂക്കുപാലം, ഫെയിം. വെളുക്കാൻ തേച്ചത് പാമ്പായി. ഒരു നിമിഷം എന്ന പരിപാടിയിലേക്ക് കടന്നു വന്ന സമയത്ത് എന്റെ ഛായാഗ്രഹർ എന്നെ അടുത്ത് വന്ന് എന്തോ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, നീ പറയടേ. കൈയടിക്കും. ഒരു നിമിഷത്തിന്റെ വേദിയിലേക്ക് കടന്നു വരുന്ന പ്രിയ സുഹൃത്ത് ബാസിദ് ആൽവി ഇന്ന് ആ മീശ വരച്ചത് റിയയുടെ ഒരു സാധനം കൊണ്ടാണ്. ഈ മീശ വരച്ചത് റിയയുടെ കൺമശി കൊണ്ടാണ് എന്നാണ് താങ്കൾ അങ്ങനെ ഇരിക്കെ പാമ്പിനെ പറ്റി നമ്മൾ ആലോചിച്ച് പോവുകയുണ്ടായി. മനുഷ്യന്റെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, അതുപോലെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന പല ജില്ലകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അല്ല, പല ജില്ലകളിലൂടെ പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ചായം പൂശിക്കൊണ്ടിരിക്കുന്ന ഛായാഗ്രഹന്മാരോട് എനിക്ക് വേണ്ടി പറയാനുള്ളത്, എനിക്ക് വേണ്ടി എനിക്ക് പറഞ്ഞൂടെ, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മുടക്കങ്ങൾ താങ്കൾ സൃഷ്ടിക്കുമെന്ന് ഞാൻ വേണ്ടിയാണ് എനിക്ക് വേണ്ടി. കുട്ടിക്കാനം വഴി കൂട്ടിക്കൽ ചെട്ടിനാട് എത്തി പട്ട വാങ്ങിയ പൊട്ടന്മാരിൽ എട്ടാമത്തവനായ ബാസത്തിനോട് എനിക്ക് പറയുവാനുള്ളത്, വെളുക്കാൻ തേച്ചത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നല്ല മോനെ, പാമ്പാകും എന്നാണ് ഇവിടത്തെ വിഷയമെന്ന്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വെളുക്കാൻ തേച്ചത് പാമ്പായി. അതിസങ്കീർണവും നൂതനവും അവാച്യവുമായ ഒരു മാറ്റം എനിക്കറിയാം. അതിസങ്കീർണവും നൂതനവും അവാച്യവുമായ ഒരു മാറ്റം അലക്സാണ്ടറിന്റെ മുഖത്ത് നിന്ന് പ്രകടമാണ്. കാരണം വെളുക്കാൻ അവൻ എന്തോ തേച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആ റൂമിൽ അവൻ അങ്ങനെ അവാച്യവും അഭൂതവും അനിർവചനീയവും അനിതര ലബ്ധവുമായ ഒരു തരം അനുഭൂതിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളേവരും പാമ്പിനെ പറ്റി അനുഭൂതിയല്ല മോനെ, അനുഭൂതി. ആ വണ്ണമുള്ള ചേട്ടൻ എന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, നിന്നെ ഞാൻ സുന്ദരനാക്കി തരാമെന്ന്. പക്ഷേ ഇന്ത്യ രാജ്യത്തെ ഒരുപാട് പേരുടെ വേദനകൾ, വെളുക്കാൻ തേച്ചത് പാമ്പാകുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിലെ വെളുക്കാൻ തേച്ചത് പാമ്പായി എന്ന വിഷയം കൊട്ടിക്കലാശത്തിൽ കിട്ടിയപ്പോൾ തന്നെ ഓർത്തത് പ്രിയ സുഹൃത്തിനെയാണ്. ചാലക്കുടി ബീവറേജിന്റെ മുൻപിൽ വെള്ളമടിച്ച് കുറ്റിയായി പാമ്പായി. വിദേശ മദ്യശാല, വിദേശ മദ്യയുടെ ശാലയിൽ നിന്ന് വിദേശ മദ്യയുടെ അല്ല, വിദേശ മദ്യശാലയാണ് എന്ന് അങ്ങനെ ആശയങ്ങളെല്ലാം പാമ്പിനെ വിട്ട് വിദേശ മദ്യശാലയുടെ പിറകിലേക്ക് പോവുകയാണെങ്കിൽ സുഹൃത്തെ, എങ്ങനെയാണ് നമ്മൾ ആ ഉരകത്തിലേക്ക് തിരിച്ചു വരേണ്ടത്? സ്റ്റീവ് ഇർവിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടാകും. കാരണം അദ്ദേഹം പല ചലച്ചിത്രങ്ങളിലൂടെയൊക്കെ പല ചലച്ചിത്രങ്ങളിലും എന്നെ ക്ഷണിച്ചിട്ടും ഞാൻ പോയില്ല. എന്തുകൊണ്ടാണ്? എന്നെ അവർ വെളുപ്പിക്കുമെന്ന് വെളുക്കാൻ തേച്ചത് പാമ്പാ എന്ന് പറയുമ്പോൾ താങ്കൾ എന്തിനാണ് ഇത്രയ്ക്ക് രോഷാകുലനാകുന്ന? കൂട്ടുകാരാ, പുക്ലിഷ് എന്ന് വിളിപ്പോലുള്ള സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് വിളിപ്പേരിനെ കുറിച്ച് എന്ത് അധികാരമാണ് നിനക്ക് സംസാരിക്കുവാനുള്ളത്? ഒരു വ്യക്തി കേരളത്തിലെ എല്ലാ മാസത്തിലും 1-ാം തീയതി ഒഴികെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്ന ഒന്നാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. കടയുടെ ഓരങ്ങളിലും നിരത്തുകളിലും ഒക്കെ നമുക്ക് അവരെ ദർശിക്കാൻ സാധിക്കും. പാമ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചായം തേച്ച് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന പാമ്പുകളെ കുറിച്ചാണ്. പാമ്പ് വിഷയം പാമ്പ് പത്തി മടക്കി പോകട്ടെ. ഇതുപോലെയുള്ള പാമ്പുകളാണ് ഒരു പണിഷ്മെന്റ്. അവിടെ ഇരിക്കൂ, കുനിഞ്ഞ് അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ. ഹാൻഡ്സം 2 മിനിറ്റ് അവിടെ ഇരിക്കാം. അല്ല, ഇപ്പൊ പുറത്തായനെ ഞാൻ കാർഡെടുത്ത് കാണിച്ചതല്ലെങ്കിൽ അതുകൊണ്ട് അവിടെ ഇരിക്കും. പാമ്പുകളുടെ ജീവിതത്തിൽ രാസപ്രക്രിയകൾക്കുള്ള സ്ഥാനത്തെ കുറിച്ചാണ് പാണ്ട എന്ന് പറയുമ്പോൾ എന്തിനാണ് താങ്കൾ ഇത്രയ്ക്ക് രോഷാകുലനാകുന്നത്? പാമ്പുകൾ പലതരത്തിലുണ്ട്. അതായത് 1947 കുറെ തവണ സഞ്ചരിച്ച പ്രിയ സുഹൃത്തെ, വെളുക്കാൻ തേച്ചത് പാമ്പായി എന്ന വിഷയം എന്റെ ജീവിതത്തിൽ ഇതേവരെ ഞാൻ ഫെയറാലൗലി എന്ന വസ്തു കണ്ടിട്ടില്ല. നൂറൊക്കെ പ്രസ്താവിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന വിഷയം തന്നെ കറുത്ത വർഗത്തോടുള്ള അധിക്ഷേപത്തിന്റെ കാരണമാണ്. ഒരു വർണ്ണത്തിന്റെ നിറത്തിന്റെ അടിസ്ഥാനം എന്ത്? ഒരു വർണ്ണത്തിന്റെ ഇങ്ങനെ വെറുതെ തടസ്സം വിളിച്ചുകൊണ്ട് കൊട്ടിക്കലാശത്തിൽ കുട്ടിക്കളിയാക്കുവാനല്ല കൂട്ടുകാരാ. കാരണം കൂർത്ത മുനയുള്ള വാക്കുകൾ എരുതി പോലെ വീഴുന്ന ഈ അക്ഷരശാലയിൽ ആയുധങ്ങളാകുവാൻ ആശയങ്ങൾ മറന്നു പോവരുത്. കാരണം 1938 എന്നെ ഗുജറാത്തിൽ വെച്ച് കണ്ടിട്ട് ഗാന്ധിജി പറഞ്ഞു എന്ത് സുന്ദരനാണ് എന്ന്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ രാജ്യത്തെ ഒരുപാട്
അങ്ങനെ അഡോൾഫി എന്ന അപരനാമമുള്ള അഡോണി എന്ന ഈ വ്യക്തിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കും. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുമ്പോൾ ശരിയല്ലാത്ത അപരനാമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ വേദിയുടെ വേഗത കുറയ്ക്കുവാൻ താങ്കൾ ശ്രമിക്കേണ്ട. കാരണം അപരനാമങ്ങളുടെ അധിനിവേശത്തിന്റെ ഓരോ ചങ്ങലകളും നാം പൊട്ടിച്ചെറിയേണ്ടത് ഇന്നിന്റെ ആവശ്യകതയും അനിവാര്യതയുമാണ്. വീണ്ടും ഓരോ ചായം ഒരു കുഴപ്പമില്ല, മനഃപൂർവ്വം തടസ്സം വിളിച്ചുകൊണ്ട് എന്റെ സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത മീശ മുളപ്പിക്കാനായി കൺമഷി കൊണ്ട് വരച്ചു വന്ന ചെറുക്ക എന്തിനാണ് നീ സമയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ്. എന്നെ അങ്ങനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള എന്തെങ്കിലും ശ്രമം നിനക്കുണ്ടെങ്കിൽ ഒരു പൊടിക്കൊന്ന് കുറഞ്ഞതാ. പാർട്ടിലേട്ട 2016 സുന്ദരിയായിട്ടുള്ള ഐശ്വര്യ റായ് എന്ന വിചാരം നിർത്തിക്കോ നിന്റെ പരിപാടികൾ. അനിയന്ത്രിതമായ ആത്മവിശ്വാസത്തോടും അന്തർലീനമായ ആനന്ദത്തോടും കൂടി കാലോചിതമായ മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഇപ്പോൾ ഓടി വരുന്നത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുമ്പോൾ ചരിത്രത്തിന്റെ താളുകളിലേക്ക് മദ്യം ഉപയോഗിച്ചുകൊണ്ട് എഴുതി വെച്ചിരുന്ന ആ ഇടിക്കൂട്ടിലെ വില്ലാളി വീരൻ എന്നറിയപ്പെട്ടിരുന്ന മുഹമ്മദ് അലി, മാൽക്കം എക്സ്, അതുപോലെ തന്നെ നെൽസൺ മണ്ടേല, മാർട്ടിൻ ലൂതർ കിങ് അടക്കമുള്ളവർ കറുത്ത വർഗക്കാരായിരുന്നു എന്ന് പറയുന്നത് ഈ കറുത്ത നിറമുള്ള സാഹിത്യകാരന്മാരുടെ പുസ്തകത്താളുകൾ എന്റെ നിറനിലാവേറാൻ പാടില്ല. നിറനിലാവേറി സാഹിത്യകാരന്മാരുടെ ഗ്രന്ഥത്താളുകൾ മറിച്ചു നോക്കുമ്പോൾ അവിടെ ഭംഗിയുള്ള കുറേയേറെ മുഖങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ദിരാഗാന്ധി, മാർഗരറ്റ് താച്ചർ, നെൽസൺ മണ്ടേല, ഇന്ദിരാഗാന്ധി സമയം അവസാനിച്ചു. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തെ വാഗ്മി ആരെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളൊരു ഞെട്ടലിന് തയ്യാറെടുത്തോളൂ, ഞാനും ഞെട്ടി. ഇന്ന് ഈ പരിപാടിയിൽ ഏറ്റവും വലിയ വാഗ്മിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് പുല്ലൂർ തൂക്കുപാലപ്പയും ഞാന് എപ്പോഴും ഇവിടെ വന്നിട്ട് ഇനി ഒരു സത്യം പറയും, മീശ വരച്ചത് കൺവെൻഷനുണ്ടാണോ? അല്ല 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 റിയ അങ്ങനെ ഒരു പരാതി പറഞ്ഞു. അത് ഞാൻ വെളിയിറങ്ങി അല്ല വരച്ചതാണ്. ഇത് കട്ട് ചെയ്യണോ സാറല്ലേ? ഇത് നടക്കണമെന്നില്ല, ഇതൊക്കെ ഭയങ്കര മാർക്കറ്റാ. ഇത് മാർക്കറ്റ് ചെയ്യും, അതാണ് ഇത് കംപ്ലീറ്റ്. കാരണം ഇപ്പൊ കംപ്ലീറ്റ് ഇനി ഇപ്പം വണ്ടിയിലേക്ക് കയറുമ്പോഴേ വരപ്പാന്നു എന്ന ആളിൽ ചോദിക്കും. ചെറിയൊരു മാർക്കറ്റാണോ? പണ്ടൊക്കെ തള്ളാന്നോന്നാ ചോദിക്കും, ഇതും കൂടെ ചോദിക്കും. അപ്പൊ ഇത് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് ഒറ്റൊരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാവുള്ളൂ. കാരണം കഴിഞ്ഞ 5 വർഷം ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നിട്ട് അവസാനം കോളേജിന്റെ പടിയിറങ്ങി പോയിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ബാസിത്തെ നിന്റെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാതെ മനസ്സുകൊണ്ട് എന്നെ സ്നേഹിക്കുകയും പരിപാടി ഒരുപാട് അംഗീകരിക്കുകയും ചെയ്ത എൻ്റെ പ്രിൻസിപ്പൽ അഡ്വക്കേറ്റ് റഫീ കുറ്റിക്കാട്ടൂര്, അദ്ദേഹത്തിന് മാത്രമാണ് ഞാനിത് സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വരൂ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഒരു നല്ല മീശ വരയ്ക്കാൻ ഈ കൺവെൻഷൻ കാരണമായി എന്നുള്ളത് കൊണ്ട് തന്നെ റിയ ഈ പുരസ്കാരം സമ്മാനിക്കുന്നു. കൈയടിച്ചോളൂ. പടം എടുക്കട്ടെ, രണ്ടുപേരും അങ്ങോട്ട് നോക്കിച്ചിരിക്കൂ. ഇനി സ്റ്റില്ലാവും. ചലിക്കരുത്. അപ്പൊ ഇനി കുറച്ച് നല്ല പുങ്കവന്മാരും പുങ്കവത്തികളുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നു. അതുവരെ കാത്തിരിക്കുക. ഗുഡ് ബൈ.